സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള തന്റെ സമീപകാല പരാമർശങ്ങൾ പേയ്മെന്റുകളിലെ കാലതാമസവും തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ കുടിശ്ശിക തീർക്കാനുള്ള പ്രവണതയും എടുത്തു കാണിക്കാനാണ് ഉദ്ദേശിച്ചതെന്നും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായുള്ള KC വേണുഗോപാലൻ ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു. തന്റെ അഭിപ്രായങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതായെന്നും പെൻഷൻ ഗുണഭോക്താക്കളെ ഉദ്ദേശിച്ചല്ല, മറിച്ച് സർക്കാരിന്റെ മുൻഗണനകളെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നും വ്യക്തമാക്കി. പെൻഷൻ കൃത്യസമയത്ത് ലഭിക്കാൻ അർഹതയുള്ള ഗുണഭോക്താക്കൾക്കെതിരെ ഞാൻ ഒന്നും പറഞ്ഞില്ല. അതിന്റെ പേയ്മെന്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ മുൻഗണന ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം 7 മാസത്തെ കുടിശ്ശികയിൽ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നൽകി. ഈ വർഷം 1 മാസത്തെ കുടിശ്ശിക ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നൽകി തുടങ്ങി, അദ്ദേഹം പറഞ്ഞു. ക്ഷേമ പെൻഷനുകളിലെ തെരഞ്ഞെടുപ്പ് കൈക്കൂലി എന്ന് വേണുഗോപാൽ വിശേഷിപ്പിച്ചതായും അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്നും CPIM ആരോപിച്ചതിനെ തുടർന്നാണ് വേണുഗോപാലിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. 2016 അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 62 ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഇടതുപക്ഷ സർക്കാർ സ്ഥിരമായി 1600 രൂപ ക്ഷേമ പെൻഷൻ നൽകിയിട്ടുണ്ടെന്നും പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. വേണുഗോപാലിന്റെ പരാമർശത്തിന് CPIM മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. 62 ലക്ഷം പേർക്ക് ആശ്വാസം നൽകുന്ന ഒരു പദ്ധതിയെ അപമാനിച്ച കോൺഗ്രസ് MP പ്രസ്താവന പിൻവലിക്കണമെന്ന് ഇടതുപക്ഷ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു. കോൺഗ്രസും KC വേണുഗോപാലും ഗുണഭോക്താക്കളോട് മാപ്പ് പറയണമെന്ന് കേരള ധനമന്ത്രിയായ KN ബാലഗോപാൽ പറഞ്ഞു. ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ വലിയ കുടിശ്ശികകളൊന്നുമില്ലെന്ന് വാദിച്ചുകൊണ്ട് ബാലഗോപാൽ വേണുഗോപാലിന്റെ വാദങ്ങളെ നിരാകരിച്ചു. വേണുഗോപാൽ പറഞ്ഞത് തെറ്റായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്, മന്ത്രി വ്യക്തമാക്കി. അതേസമയം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളും 2016 നടക്കാനിരിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും കാരണം ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കാത്ത സമയത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനെ വളരെ മുമ്പ് തന്നെ അടുത്തിടെ പെൻഷൻ കുടിശ്ശിക വിതരണം തീരുമാനിച്ചിരുന്നുവെന്നും ബാലഗോപാൽ കൂട്ടിച്ചേർത്തിരുന്നു. വേണുഗോപാൽ വോട്ടർമാരെ അപമാനിക്കുന്ന പ്രസ്താവനകൾ നടത്തിയെന്നും മന്ത്രി ആരോപിച്ചു. അത്തരം പരാമർശങ്ങൾ പൊതുജനങ്ങളെ കോൺഗ്രസിൽ നിന്നും അകറ്റുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് പകരം കേരളത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ എതിർക്കാൻ ഇന്ത്യൻ ബ്ലോക്കിലെ അംഗമെന്ന നിലയിൽ കോൺഗ്രസിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. വോട്ട് വാങ്ങുന്നതിനുള്ള കൈക്കൂലിയായി കാണുന്നതിനാലാണ് പിണറായി വിജയൻ സർക്കാർ തെരഞ്ഞെടുപ്പ് സമയത്ത് 2 ഗഡു പെൻഷൻ നൽകിയത്. ഇപ്പോൾ അവർ വളരെ വേഗം 2 ഗഡുക്കളാക്കി 1 ഗഡു എന്ന് പറയാൻ തുടങ്ങും. ജൂൺ 19 നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനായി മലപ്പുറത്തെ നിലമ്പൂരിൽ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിനായി പ്രചരണം നടത്തുന്നതിനിടെ വേണുഗോപാൽ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന് മതിയായ ഫണ്ട് ഉണ്ടായിരുന്നിട്ടും പെൻഷൻകാർക്ക് യഥാസമയം പണം നൽകുന്നതിലും അംഗീകൃത സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് വർക്കർമാരുടെ ഓണറ്റേറിയം വർദ്ധിപ്പിക്കുന്നതിലും സർക്കാർ പരാജയപ്പെട്ടുവെന്നും വേണുഗോപാൽ ആരോപിച്ചിരുന്നു. സർക്കാർ നൽകുന്ന 1200 രൂപ പരിഷ്കരണത്തിന്റെ പേരിൽ നിരവധി പെൻഷനുകൾ ലയിപ്പിച്ചാണ് നൽകിയിരുന്നതെന്നും വേണുഗോപാൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ തൊഴിലാളി ക്ഷേമ ബോർഡുകൾക്ക് നൽകേണ്ട ഫണ്ടിൽ വലിയ കുടിശ്ശികയുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിലെ കുടിശ്ശിക ഗഡുക്കൾ അടിയന്തരമായി വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളി 1500 രൂപയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് 3000 രൂപയും മാസം തോറും നിക്ഷേപിച്ചു വരികയാണ്. ജൂൺ മാസം ആരംഭിച്ചിട്ടും ആദ്യ ഗഡുവിന്റെ തുക സർക്കാർ ഇതുവരെയായും നൽകിയിട്ടില്ല. ഇത് മത്സ്യത്തൊഴിലാളികളെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലും ഉൾനാടൻ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലും ഗഡുക്കളായി പണം നൽകുന്ന രീതിയായിരുന്നു ഇതുവരെ അവലംബിച്ചിരുന്നത്. ഇത്തവണ മെയ് പിന്നിട്ടിട്ടും ആദ്യ ഗഡു നൽകാത്തത് ഈ മേഖലയിലെ തൊഴിലാളികളുടെ ദൈനംദിന ജീവിതത്തെ തന്നെ ബാധിച്ചിരിക്കുകയാണ്. കൂടാതെ മത്സ്യത്തൊഴിലാളി പെൻഷനും വിവിധ പെൻഷനും 3-4 മാസം കുടിശ്ശികയായതും പെൺമക്കളുടെ വിവാഹം ധനസഹായം സംബന്ധിച്ചിട്ടുള്ള 208 അപേക്ഷകളിൽ തുകയൊന്നും ഇതുവരെ വിതരണം ചെയ്യാത്തതും ദുരിതം ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇവ അനുവദിക്കാനുള്ള അടിയന്തര നടപടി വേണമെന്നും മുഖ്യമന്ത്രിയോട് KC വേണുഗോപാൽ ആവശ്യപ്പെടുകയാണ്.